നിങ്ങൾക്ക് ഒരു കാര്യം അറിയും, ഈ ഇൻട്രോവേർട്ട് എക്സ്ട്രോവേർട്ട് എന്ന് മാത്രമല്ല എല്ലാ മനുഷ്യർക്കും 5 തരം പേഴ്സണാലിറ്റി ട്രീറ്റുകളുണ്ട്. ഈ 5 എണ്ണത്തിൽ ചിലത് നിങ്ങൾക്ക് കൂടുതലായിരിക്കും, ചിലത് നിങ്ങൾക്ക് കുറവായിരിക്കും. ഇതനുസരിച്ചായിരിക്കും നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ പേഴ്സണാലിറ്റി, നിങ്ങൾ മറ്റുള്ളവരോട് പെരുമാറുന്ന രീതിയൊക്കെ. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും മാറ്റം വരുത്തണം, അല്ലെങ്കിൽ പേഴ്സണാലിറ്റിയിൽ എന്തെങ്കിലും ഡെവലപ്മെന്റ് നടത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പേഴ്സണാലിറ്റി ട്രീറ്റുകളെ പറ്റി അറിഞ്ഞിരിക്കുന്നത് നിങ്ങളെ കുറെ ഹെൽപ്പ് ചെയ്യും. നിങ്ങളുടെയും നിങ്ങളുടെ ഫ്രണ്ട്സിന്റെയൊക്കെ പേഴ്സണാലിറ്റി ട്രീറ്റുകളെ പറ്റി മനസ്സിലാക്കുന്നത് നിങ്ങളെ കുറെ ഹെൽപ്പ് ചെയ്യും. സോ ഈ 5 എണ്ണത്തിൽ നിങ്ങൾക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഏതൊക്കെ കൂടുതലുണ്ട്, ഏതൊക്കെ കുറവുണ്ടെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ആൻഡ് അത് നിങ്ങൾക്ക് കമന്റും ചെയ്യാവുന്നതാണ്. ട്രസ്റ്റ് മീ, ദാറ്റ് വിൽ ബി ഫൺ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഈസ് ഫാബിൻ സ്റ്റാൻലി. സോ ഈ 5 എണ്ണത്തിനെയും ചുരുക്കി നമുക്ക് ഓഷ്യൻ എന്ന് വിളിക്കാം. സോ ഇതിന്റെ ആദ്യത്തെ ഓ ആണ് ഓപ്പൺനെസ്. ഈ ഓപ്പൺനെസ് എന്നുള്ള പേഴ്സണാലിറ്റി ട്രേറ്റ് നിങ്ങൾക്ക് കൂടുതലാണെങ്കിൽ നിങ്ങൾ പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കും. പുതിയ സ്ഥലത്ത് പോവുക, പുതിയ സിനിമ കാണുക, പുതിയ കാര്യങ്ങൾ പഠിക്കുക, അല്ലെങ്കിൽ പുതിയ പുതിയ ഫ്രണ്ട്സിനെ ഉണ്ടാക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമായിരിക്കും. നിങ്ങൾ ഭയങ്കര ക്രിയേറ്റീവ് ആയിരിക്കും, നിങ്ങൾ ഭയങ്കര ഇമാജിനേറ്റീവ് ആയിരിക്കും. നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് പോയാലും പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പുതിയ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും നിങ്ങൾ. ഇനി നിങ്ങൾക്ക് ഈ ഓപ്പൺനെസ് കുറവാണെങ്കിൽ നിങ്ങൾ കുറച്ച് ട്രഡീഷണൽ ആയിരിക്കും. അതായത് ഒരു കാര്യം എങ്ങനെയാണോ അത് അങ്ങനെ തന്നെ ആയിരിക്കണം, ഇത് ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്യണം എന്ന് ചിന്തിക്കുന്ന ഒരാളായിരിക്കും. പുതിയ പുതിയ കാര്യങ്ങൾ, പുതിയ പുതിയ മാറ്റങ്ങളോട് നിങ്ങൾക്ക് വലിയ താല്പര്യം ഉണ്ടാവില്ല. അതുപോലെ തന്നെ പുതിയ പുതിയ ആൾക്കാർ, പുതിയ പുതിയ സ്ഥലത്തൊന്നും പോകാൻ നിങ്ങൾ അത്ര ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കില്ല. സോ ഇത് അളക്കുന്നത് ഇങ്ങനെയാണ്, 1 മുതൽ 10 വരെ. അതായത് നിങ്ങൾക്ക് ഓപ്പൺനെസ് കൂടുതലാണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് 5ന് മേളിൽ റേറ്റ് ചെയ്യാം. 6, 7, 8, 9 എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് റേറ്റ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഓപ്പൺനെസ് കുറവാണെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ 5ന് താഴെയുള്ള ഒരു നമ്പർ നിങ്ങൾ റേറ്റ് ചെയ്യേണ്ടതാണ്. ഇനി നിങ്ങൾ ന്യൂട്രൽ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് 5ഉം കൊടുക്കാം. സോ കമന്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഓഷ്യൻ എന്ന് എഴുതിയിട്ട് ആദ്യത്തെ ഓയിൽ നിങ്ങൾക്ക് എത്രയാണോ, ഇപ്പൊ 7 ആണെങ്കിൽ 7 എന്ന് കൊടുക്കാം. രണ്ടാമത്തേതാണ് കോൺഷ്യൻഷ്യസ്നെസ്. കോൺഷ്യസ്നെസ് അല്ല, കോൺഷ്യൻഷ്യസ്നെസ്. ഈ പേഴ്സണാലിറ്റി ട്രേറ്റ് കൂടുതലുള്ള ആൾക്കാർക്ക് എല്ലാം കൃത്യം നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കും. അതായത് എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം, കറക്റ്റ് സമയത്ത് തന്നെ നടക്കണം, ഭയങ്കര അടുക്കും ചിട്ടയുണ്ടായിരിക്കും, എല്ലാം പ്ലാൻ പോലെ മാത്രമേ നടക്കാവൂ. പ്ലാൻ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ അസ്വസ്ഥരാകും. അതുപോലെ തന്നെ വേറെ ആൾക്കാർ ടൈമൊക്കെ പാലിച്ചില്ലെങ്കിലും നിങ്ങൾ കുറച്ച് അസ്വസ്ഥരാകും. സോ ഈ കോൺഷ്യസ്നെസ് കൂടുതലുള്ള ആൾക്കാർക്ക് എല്ലാം പക്കയായിരിക്കണം, എല്ലാം കൃത്യമായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും. ഇനി ഇത് നിങ്ങൾക്ക് കുറവാണെങ്കിൽ നേരെ തിരിച്ചായിരിക്കും. അതായത് നിങ്ങൾ ഭയങ്കര കെയർ ഫ്രീ ലൈഫ് ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കും. വരുന്ന വഴിക്ക് കാണാമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കും. അപ്പൊ തോന്നുന്നത് അപ്പൊ ചെയ്യാം, എന്തിനാണ് നമ്മൾ ഇതൊക്കെ പ്ലാൻ ചെയ്ത് പോകുന്നതെന്ന് ചിന്തിക്കുന്ന ഒരാളായിരിക്കും നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഇത് റേറ്റ് ചെയ്യാവുന്നതാണ്. ഇത് കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് 5ന് മേളിൽ കൊടുക്കാം, ഇത് കുറവാണെങ്കിൽ 5ന് താഴെ കൊടുക്കാം. അടുത്തതാണ് ഇ എന്ന് പറഞ്ഞാൽ എക്സ്ട്രോവേർഷൻ. ആൻഡ് എക്സ്ട്രോവേർട്ട് എന്നുള്ള വാക്ക് നിങ്ങൾ കുറെ കേട്ടിട്ടുണ്ടാവും. എക്സ്ട്രോവേർട്ട്, ഇൻട്രോവേർട്ട് എന്ന് പലതവണ നിങ്ങൾ കേട്ടൊരു വേർഡ് ആയിരിക്കും. പക്ഷെ എക്സ്ട്രോവേർട്ട് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും എല്ലാ ആൾക്കാരുടെയും കൂടെ പോയി ഓടിച്ചാടി സംസാരിക്കുന്ന ഒരാൾ. ഇൻട്രോവേർട്ട് എന്ന് പറയുമ്പോൾ ഭയങ്കര ഷൈ ആയിട്ടുള്ള ഒരാൾ. ആക്ച്വലി അങ്ങനെയല്ല സംഭവം. എക്സ്ട്രോവേർട്ട്, ഇൻട്രോവേർട്ട് എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ മനസ്സിലാക്കുന്ന രീതിയിൽ ഒരു ബാറ്ററി ചാർജ് ചെയ്യുന്നത് പോലെ. അതായത് എക്സ്ട്രോവേർഷൻ നിങ്ങൾക്ക് കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് എനർജി കിട്ടുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ബാറ്ററി ചാർജ് ആവുന്നത് നിങ്ങൾ കുറെ ആൾക്കാരുടെ കൂടി ഇരിക്കുന്ന സമയത്തായിരിക്കും. നിങ്ങളൊരു പാർട്ടിക്ക് പോകുമ്പോഴൊക്കെ ആയിരിക്കും. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് അത്ര സമാധാനം കിട്ടില്ല. മറിച്ച് എക്സ്ട്രോവേർഷൻ നിങ്ങൾക്ക് കുറവാണ്, അതിനാണ് നമ്മൾ ഇൻട്രോവേർഷൻ എന്ന് പറയുന്നത്. അപ്പൊ എക്സ്ട്രോവേർഷൻ നിങ്ങൾക്ക് കുറവാണെങ്കിൽ നിങ്ങൾ എനർജി കിട്ടുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ബാറ്ററി ചാർജ് ആവുന്നത് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ്. അതായത് എത്ര പാർട്ടിക്കും എത്ര പരിപാടിക്ക് പോയാലും നിങ്ങൾക്ക് സമാധാനം കിട്ടുന്നത്, നിങ്ങൾക്ക് ആശ്വാസം കിട്ടുന്നത് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴായിരിക്കും. സോ ഇത് നിങ്ങൾക്ക് കൂടുതലാണെങ്കിൽ 5ന് മുകളിലും, കുറവാണെങ്കിൽ 5ന് താഴെയും ഇടുക. ന്യൂട്രൽ ആണ്, 2 ഓക്കെ ആണെങ്കിൽ 5 എന്നുള്ള റേറ്റിംഗ് കൊടുക്കുക. അടുത്തതാണ് എ ഫോർ എഗ്രിയബിൾനെസ്. എഗ്രിയബിൾനെസ് കൂടുതലുള്ള ആൾക്കാർ ഭയങ്കര സഹായമായിരിക്കും. അവർ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും. അവർക്ക് ഭയങ്കര കമ്പാഷൻ ആയിരിക്കും. സ്വന്തം കാര്യം മറന്നു വരെ ബാക്കിയുള്ള ആൾക്കാരുടെ കാര്യങ്ങൾ നോക്കുന്ന ഒരാളായിരിക്കും. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് നോ പറയാനും ബുദ്ധിമുട്ടായിരിക്കും. ആൾക്കാർ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓടിപ്പോയി അവരെ സഹായിക്കുന്ന ആൾക്കാരായിരിക്കും. അതുപോലെ തന്നെ ജോലിയും കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്യുന്ന ആൾക്കാരായിരിക്കും. സോ ഇത് കൂടുതലാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കാര്യത്തെക്കാൾ കൂടുതൽ മറ്റുള്ളവരുടെ കാര്യത്തിലായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. അതായത് അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി, അവരുടെ നന്മയ്ക്ക് വേണ്ടിയായിരിക്കും നിങ്ങൾ കൂടുതൽ വർക്ക് ചെയ്യാൻ നോക്കുന്നത്. ഇനി നിങ്ങൾക്ക് എഗ്രിയബിൾനെസ് കുറവാണെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരുടെ കാര്യത്തിൽ തലയിടാൻ പോവാണ്ട് എന്തും എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. സോ നിങ്ങൾക്ക് ഇത് റേറ്റ് ചെയ്യാം. കൂടുതലാണെങ്കിൽ 5ന് മേളിൽ, കുറവാണെങ്കിൽ 5ന് താഴെ എന്നുള്ളത് കൊടുക്കാം. പിന്നെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ചില പേഴ്സണാലിറ്റിയും തമ്മിൽ ചേരില്ല. അതായത് എഗ്രിയബിൾനെസ് കൂടുതലുള്ള ഒരാളും കോൺഷ്യൻഷ്യസ്നെസ് കൂടുതലുള്ള ആൾക്കാരും തമ്മിൽ ചേരില്ല. ഇവർ തമ്മിൽ ഒരുമിച്ച് വരുമ്പോൾ പലപ്പോഴും റിലേഷൻഷിപ്പ് ടോക്സിക് ആയി മാറാറുണ്ട്. കാരണം ഒരാളെ എല്ലാം സഹിച്ച് മറ്റൊരാളെ സഹായിക്കാൻ, മറ്റൊരാൾക്ക് വേണ്ടി ലൈഫ് ഡെഡിക്കേറ്റ് ചെയ്യും. കോൺഷ്യൻഷ്യസ്നെസ് ഉള്ള ആൾക്കാർക്ക് എല്ലാം കൃത്യമായിരിക്കണം, എല്ലാം ഇതുപോലെ ആയിരിക്കണം, എല്ലാം ഇങ്ങനെ ആയിരിക്കണം, എനിക്ക് ഫ്രീഡം വേണം, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർ
ആൾക്കാർ കൂടി ആയിരിക്കും. അതിനെപ്പറ്റി ഞാൻ നിങ്ങൾക്ക് വേറൊരു ദിവസം കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇനി അഞ്ചാമത്തെ ലാസ്റ്റ് പേഴ്സണാലിറ്റി ട്രേറ്റ്, ഇത് കുറച്ച് നെഗറ്റീവായിട്ടും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ട്രേറ്റ് ആണ്. മുമ്പ് പറഞ്ഞതൊക്കെ കുറച്ചെങ്കിലും പോസിറ്റീവ് ആണെങ്കിൽ ഇത് ഏറ്റവും നെഗറ്റീവ് ആയതാണ്. ഇത് കൂടുതലുള്ള ആൾക്കാർക്ക് ആൻസൈറ്റിയും ഡിപ്രഷനൊക്കെ വരാൻ ചാൻസും കൂടുതലാണ്. ഇത് കൂടുതലുള്ള ആൾക്കാർ റിലേഷൻഷിപ്പിൽ എപ്പോഴും പ്രോബ്ലം ഉണ്ടാക്കും. ഇത് കൂടുതലുള്ള ആൾക്കാർക്ക് റിലേഷൻഷിപ്പിൽ തന്റെ പാർട്ട്ണർ എപ്പോഴും ഭയങ്കര സംശയമായിരിക്കും, എപ്പോഴും പ്രോബ്ലംസ് ഉണ്ടാക്കുന്ന ഒരാളായിരിക്കും. അതാണ് ന്യൂറോട്ടിസിസം. ന്യൂറോട്ടിസിസം കൂടുതലുള്ള ആൾക്കാരെ എല്ലാം നെഗറ്റീവായിട്ടേ കാണും. എന്ത് കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിന്റെ നെഗറ്റീവ് കാര്യങ്ങളായിരിക്കും അവർ കണ്ടുപിടിക്കുക. ഇതിങ്ങനെ ചെയ്താൽ ശരിയാവില്ല, ഇത് അങ്ങനെ ചെയ്താൽ ശരിയാവില്ല എന്ന് പറയുന്ന ആൾക്കാരായിരിക്കും. അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും ടെൻഷൻ, എല്ലാ കാര്യത്തിലും സംശയമൊക്കെ ഉള്ള ഒരാളായിരിക്കും ന്യൂറോട്ടിസിസം കൂടുതലുള്ളവർ. ഇനി നിങ്ങൾക്ക് ന്യൂറോട്ടിസിസം കുറവാണെങ്കിൽ നിങ്ങൾ ഇമോഷണലി ഇന്റലിജന്റ് ആണ്. അതായത് നിങ്ങൾക്ക് എല്ലാ കാര്യവും ഏകദേശം ബാലൻസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ അങ്ങനെ എല്ലാത്തിനും നെഗറ്റീവ് മാത്രമല്ല ചിന്തിക്കുന്നത്, ഒരു കാര്യത്തിന്റെ പോസിറ്റീവായ കാര്യങ്ങൾ കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരു കാര്യം എന്തുകൊണ്ട് ഇങ്ങനെ നടന്നു എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിവുണ്ടാവും. സോ ന്യൂറോട്ടിസിസം നിങ്ങൾക്ക് കൂടുതലാണെങ്കിൽ അതനുസരിച്ച് റേറ്റ് ചെയ്യുക, കുറവാണെങ്കിൽ 5-ന് താഴെ റേറ്റ് ചെയ്യുക. സോ ഇതാണ് 5 പേഴ്സണാലിറ്റി ട്രേറ്റുകൾ, ബിഗ് 5 പേഴ്സണാലിറ്റി. നിങ്ങളുടെ പേഴ്സണാലിറ്റി ഏതാണ്, നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ പേഴ്സണാലിറ്റി ട്രേറ്റുകൾ ഏതാണ്, ഇതിൽ ഏതൊക്കെ നിങ്ങൾക്ക് കൂടുതലുണ്ട്, ഇതിൽ ഏതൊക്കെ പേഴ്സണാലിറ്റി ട്രേറ്റുകൾ നിങ്ങൾക്ക് കുറവുണ്ട് എന്നുള്ളതെല്ലാം നിങ്ങൾക്ക് കണ്ടുപിടിച്ച് കമന്റ് ചെയ്യാവുന്നതാണ്. സോ നിങ്ങളുടെ അഭിപ്രായവും കാര്യങ്ങളെല്ലാം നിങ്ങൾ കമന്റ് ചെയ്യണം. പരമാവധി പറ്റുന്ന എല്ലാ കമന്റുകളും ഞാൻ വായിക്കാൻ ശ്രമിക്കുന്നുണ്ട്. സോ പിന്നെ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നതോടെ ബൈ, താങ്ക് യു സോ മച്ച്.